ഹലോ ഓൾ ഹായ്. അപ്പൊ ഇതാണ് നമ്മുടെ സിലബസ് അല്ലെ. എന്തൊക്കെയാണ് ഫസ്റ്റ് പറയണത്? ശബ്ദ ഭേദ് അല്ലെ, ശബ്ദ ഭേദ്, ശബ്ദ ഭേദ്. സെക്കൻഡ് വൺ ലിംഗ്, തേർഡ് വചൻ, ഫോർത്ത് കാരക്, ഫിഫ്ത്ത് സംജ്ഞ, 6 സിക്സ്ത് സവനാം, 7 വിശേഷൺ, 8 ക്രിയ, 9 ഉപസർഗ്, 10 പ്രത്യയ, 11 പാരിഭാഷിക് ശബ്ദാവലി. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിലുള്ളത്. ശബ്ദഭേദ്, ലിംഗ്, വചൻ, കാരക്, സംജ്ഞ, സർവനാം, വിശേഷൺ, ക്രിയ, ഉപസർഗ്, പ്രത്യയ, പാരിഭാഷിക് ശബ്ദാവലി. ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പൊ നമുക്ക് ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ശബ്ദഭേദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശബ്ദഭേദമാണ് എടുക്കാൻ പോകുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ശബ്ദഭേദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം പഠിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ്, ഏതൊക്കെ ഡിവിഷൻസ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. PSCക്ക് പഠിക്കുന്നവർക്ക് അറിയാം അല്ലെ, എന്തൊക്കെ എങ്ങനെയൊക്കെ വേണം എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചെടുക്കണം. നമ്മള് വാരി വലിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ എത്താൻ പോകുന്നില്ല. വാരി വലിച്ച് പഠിക്കേണ്ട പോർഷൻസ് ഉണ്ട്, അതങ്ങനെ തന്നെ പഠിക്കണം. പക്ഷെ അല്ലാതെ ആ പോയിന്റ് ആയിട്ട് പഠിച്ചെടുക്കേണ്ട പോർഷൻസ് നമ്മൾ അത്ര തന്നെ പഠിച്ചാൽ മതി. വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ വേണ്ടത് മാത്രം സ്മാർട്ട് വർക്ക് ആണല്ലേ PSCയിൽ. ഓക്കെ, അപ്പം ശബ്ദഭേദിലേക്ക് പോവാണ്. ഇതാണ് ശബ്ദഭേദ്. ശബ്ദഭേദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശബ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഹിന്ദിയിൽ ശബ്ദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർഡ് ആണ്, വേർഡ്. നമ്മുടെ ഇംഗ്ലീഷിൽ നമ്മൾ വേർഡ് എന്ന് പറയുന്ന മീനിങ് ആണ് ശബ്ദ് എന്ന് പറയുന്ന കാര്യത്തിന് ഹിന്ദിയിലുള്ളത് അല്ലെ. വേർഡ് എന്തൊക്കെയാണ്, നമ്മൾ എന്ത് എന്ത് വാക്കുകളാണെങ്കിലും അതിനെയൊക്കെ ശബ്ദ് എന്നുള്ളതിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്താണ് ശബ്ദ് എന്നൊന്ന് നോക്കാം. സാർത്ഥക ധ്വനി സമൂഹക്കോ ശബ്ദ് കഹത്തെ ഹെ എന്നാണ്. സാർത്ഥക ധ്വനി സമൂഹക്കോ ശബ്ദ് കഹത്തെ ഹെ. പേടിക്കണ്ട. സാർത്ഥക, ഹിന്ദി പഠിക്കുമ്പോൾ നിങ്ങൾ ഒന്നും പേടിക്കണ്ട. മലയാളം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഹിന്ദി. ഹിന്ദിനെ ആരും പേടിക്കേ വേണ്ട. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാം. സാർത്ഥക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സ ആർത്ഥക്, അതായത് അർത്ഥത്തോടു കൂടി വരുന്നത് അല്ലെ. അർത്ഥക്, അർത്ഥത്തോടു കൂടി. സ ആർത്ഥക്, അർത്ഥത്തോടു കൂടി വരുന്നത്. സാർത്ഥക്, അർത്ഥമുള്ള ധ്വനി. ധ്വനി എന്ന് വെച്ചാൽ എന്താണ്? സൗണ്ട് അല്ലെ. അർത്ഥമുള്ള ധ്വനി സമൂഹ്. ധ്വനി സമൂഹ്, സമൂഹ് എന്ന് വെച്ചാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് സൗണ്ട് അല്ലെ. ഒരു അർത്ഥം തരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എന്താണ് സൗണ്ട് അല്ലെ. ഒരു ശബ്ദം നമ്മൾ കേൾക്കുമ്പോ അതിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ശബ്ദ് അല്ലെങ്കിൽ വേർഡ് എന്ന് പറയും അല്ലെ. ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ ആ വാക്ക് കേൾക്കുമ്പോ അതിനൊരു അർത്ഥം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വാക്ക് എന്നല്ലേ പറയാ. അപ്പൊ അതേ ഉള്ളൂ ശബ്ദം എന്ന് പറഞ്ഞാൽ. നമുക്ക് അർത്ഥം തരുന്ന ഏതൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ് എന്താണ് സൗണ്ടിനെയും നമുക്ക് ശബ്ദം എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ശബ്ദത്തിനെ ശബ്ദഭേദം എന്ന് പറഞ്ഞാൽ എന്താ? ഭേദം എന്ന് വെച്ചാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേർഡ്സ് ആണ്. ഡിഫറെന്റ് ടൈപ്പ് ആണ് ശബ്ദഭേദ് അല്ലെ. ഭേദങ്ങൾ, പല തരത്തിലുള്ള ശബ്ദങ്ങൾ. അപ്പൊ ഇതിനെ നമ്മൾ ഡിവൈഡഡ് ഇൻറ്റു 3, 3 ടൈപ്പായിട്ട് എന്തിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ശബ്ദത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 ടൈപ്പായിട്ട് ശബ്ദത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഓൺ ദ ബേസിസ് ഓഫ് വാട്ട്? എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ശബ്ദത്തെ നമ്മൾ 3 തരമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ശബ്ദത്തെ എന്ത് ബേസിസിലാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് ശബ്ദത്തെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അതിൽ ഒന്ന് വ്യുൽപ്പത്തി. എന്താണ്? വ്യുൽപ്പത്തി. കാണുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വ്യുൽപ്പത്തിയാണ് കേട്ടോ, വ്യുൽപ്പത്തി. ഇതാ വ്യുൽപ്പത്തി. അപ്പോ ഈ വ്യുൽപ്പത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളെ മലയാളത്തിൽ നമ്മൾ ഉൽപ്പത്തി എന്ന് പറയില്ലേ. ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിൻ അല്ലെ. ഒറിജിൻ, ഒറിജിൻ. അതായത് എന്താണ്? എങ്ങനെ, എവിടെ നിന്നാണ് ഉണ്ടായി വന്നിട്ടുള്ളത്, എന്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് ശബ്ദത്തെ ഒരു ഗ്രൂപ്പായി തിരിച്ചിരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് നോക്കൂ, രചന യാ ബനാവട്ട്. എന്താണ്? രചന യാ ബനാവട്ട്. രചന യാ ബനാവട്ട്. രചന എന്ന് പറഞ്ഞാൽ എഴുതുക, എഴുതുന്നതിനെ, അല്ലെങ്കിൽ ബനാവട്ട് ഉണ്ടാക്കിയിരിക്കുന്നതിനെ. എങ്ങനെ ഒരു വേർഡ് ഉണ്ടാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ഒരു വേർഡ് എഴുതുന്നു, നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് രണ്ടാമത് തരം തിരിച്ചിരിക്കുന്നത്. മൂന്നാമത് പ്രയോഗി ദൃഷ്ടി സെ. പ്രയോഗം എങ്ങനെ നമ്മളൊരു വാക്കിന് നമ്മുടെ ഉപയോഗത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടും
അപ്പൊ 3 തരത്തില് അല്ലെ. അപ്പൊ ഇതിന്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷനും കൂടെ തന്നിട്ട്, അല്ലെങ്കിൽ നൺ ഓഫ് ദിസോ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഓൾ ഓഫ് ദി അബവോ ഒക്കെ തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഡിവൈഡഡ് ഇൻറ്റു 3 ആയിട്ട് ഡിവൈഡ് ശബ്ദഭേദിനെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ട് താരം തിരിച്ചിട്ടിട്ട് അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? വ്യുൽപത്തി, രചന യാ ബനാവട്ട്, പ്രയോഗ. അപ്പൊ വ്യുൽപത്തി, രചന, പ്രയോഗം എന്ന് വരാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ വ്യുൽപത്തി, ബനാവട്ട്, പ്രയോഗം എന്ന് വരാം ഓപ്ഷനിൽ. രചന എന്നോ ബനാവട്ട് എന്നോ മാറി മാറി ഉപയോഗിക്കാം. അതും കൂടെ ശ്രദ്ധിക്കണേ. രചന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബനാവട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സെയിം ആണ്. അപ്പോ ഓപ്ഷനിൽ രചന എന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ബനാവട്ട് എന്ന് കണ്ടിട്ടുണ്ടെങ്കിലും അത് ഒരേ കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. വ്യുൽപത്തി, രചന യാ ബനാവട്ട്. ഓക്കെ. പിന്നെ പ്രയോഗിന്റെ ബേസിസിൽ ഇങ്ങനെയാണ് ഡിവിഷൻ വന്നിരിക്കുന്നത്. നോക്കൂ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു എന്തിന്റെയൊക്കെ ബേസിസിലായിരുന്നു നമ്മൾ ഡിവൈഡ് ചെയ്തത്? വ്യുൽപത്തി കി ദൃഷ്ടി സെ, പിന്നെ ഈ രചന യാ ബനാവട്ട് അതായത് എഴുതുന്നതിന്റെ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതിന്റെ ദൃഷ്ടിയിൽ, പിന്നെന്താണ് പ്രയോഗ കി ദൃഷ്ടി സെ. അങ്ങനെയാണ് 3 തരമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതില് വ്യുൽപത്തി കി ദൃഷ്ടി സെ, അതായത് എങ്ങനെയാണ് ഒരു വേർഡ് ഉണ്ടായിരിക്കുന്നത്, ഒരു വേർഡ് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്, അതിന്റെ ബേസിസിൽ വീണ്ടും ശബ്ദത്തെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് തൽസം ശബ്ദ്. എന്താണ്? തൽസം ശബ്ദ്. തൽസം ശബ്ദ്. തൽസം ശബ്ദ് മലയാളത്തിലും കൂടെ വേണമെങ്കിൽ എഴുതി കാണിക്കാം കേട്ടോ. ഇതാ വായിക്കാൻ ഹിന്ദിയിൽ എഴുതുമ്പോൾ മനസ്സിലാവാത്തതിന് വേണ്ടി മാത്രം കാണിക്കുന്നതാണ്. തൽസം ശബ്ദ്. ഓക്കെ. തൽസം ശബ്ദ്. തൽസം ശബ്ദ്. തൽസം ശബ്ദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നോക്കിക്കോളൂ. സംസ്കൃതത്തിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളാണ്. എവിടെ നിന്ന്? സംസ്കൃതത്തിൽ നിന്ന് അല്ലെ. വ്യുൽപത്തിയാണ്. എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ എവിടെ നിന്നാണ് വന്നത്? സംസ്കൃത ഭാഷയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വാക്കുകളാണ് തൽസം ശബ്ദ്. അതിനുള്ള എക്സാമ്പിൾ ആണ് എന്തൊക്കെ? അഗ്നി, അശ്രു, ഗൃഹ, രാത്രി എക്സെട്ര. അങ്ങനെ കുറെ വേർഡ്സ് ഉണ്ട്. ഇനിയുള്ള വേർഡുകളൊക്കെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ വരുന്നതൊക്കെ വീണ്ടും വീണ്ടും ഞാൻ ആഡ് ചെയ്ത് തരാം. ഓക്കെ. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക. അഗ്നി, അശ്രു, ഗൃഹ, രാത്രി അല്ലെ. സംസ്കൃതത്തിലുള്ള വാക്കുകളാണ് ഇതൊക്കെ. അഗ്നി എന്താണ്? തീയ്. അശ്രു എന്താണ്? കണ്ണുനീര്. ഗൃഹ വീട്. രാത്രി രാത്രി. ഇങ്ങനെയുള്ള സംസ്കൃതത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ശബ്ദങ്ങളെ, വാക്കുകളെ തൽസം ശബ്ദം എന്ന് വിളിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അതേപോലെ ക്വസ്റ്റ്യൻ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. നെക്സ്റ്റ് തൽഭവ് ശബ്ദ്. എന്താണ്? തൽഭവ് ശബ്ദ് എഴുതി തരാം, മലയാളത്തിൽ എഴുതി തരാം. രണ്ടാമത്തത് തൽഭവ് അല്ലെ. തൽഭവ്. തൽഭവ് ശബ്ദ്. തൽഭവ് ശബ്ദാണ് കേട്ടോ. തൽഭവ് ശബ്ദ്. അപ്പൊ എങ്ങനെയാ ഇത്? എന്താണ്? പരിവർത്തൻ കെ സാധ്. അതായത് സംസ്കൃതത്തിലുള്ള വാക്കുകളെ ചെറിയ പരിവർത്തനം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയില്ലേ പരിവർത്തനം സംഭവിക്കുക, മാറ്റം സംഭവിക്കുക. അപ്പൊ സംസ്കൃതത്തിൽ നിന്ന് ഉള്ള വാക്കുകൾക്ക് ചെറിയ മാറ്റം സംഭവിച്ചിട്ട് വരുന്ന വാക്കുകളാണ്. ആഗ്. കണ്ടോ? അഗ്നി. അഗ്നി തീയാണ് അല്ലെ. അതിന് ഹിന്ദിയിൽ എങ്ങനെയാ ഉപയോഗിക്കാന്നറിയോ? അഗ്നി എന്നും ഹിന്ദിയിൽ പറയൂട്ടോ. അഗ്നി എന്നും പറയും, പക്ഷെ ആഗ് എന്നും പറയും. അപ്പൊ അഗ്നി എന്നുള്ള സംസ്കൃതം വാക്കിനെ ചെറിയ മാറ്റത്തോടെ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നു. എങ്ങനെ? ആഗ്. ഓക്കെ. അതേപോലെ അശ്രു. അശ്രു എന്ന് പറഞ്ഞാൽ കണ്ണുനീരാണ്, ടിയേഴ്സ് ആണ്. അപ്പൊ അശ്രു എന്നുള്ള സംസ്കൃതം വാക്കിനെ ചെറിയ മാറ്റത്തോടെ ആംസു അല്ലെ. ആംസു. ആംസു എന്ന് പറഞ്ഞാൽ കണ്ണുനീര്, ചെറിയ മാറ്റത്തോടെ ഉപയോഗിക്കുന്നു. അതുപോലെ ഗൃഹ. ഗൃഹ എന്ന് പറഞ്ഞാൽ എന്താണ്? വീടാണ്. ഗൃഹം അല്ലെ. ഗൃഹം എന്ന് പറയില്ലേ മലയാളത്തില്? ഗൃഹ. അതിന് ചെറിയ മാറ്റത്തോടെ ഘർ. ഘർ എന്ന് പറഞ്ഞ് ഹിന്ദിയിൽ ഉപയോഗിക്കുന്നു. അതേപോലെ രാത്രി. രാത്രി എന്നുള്ള നമ്മുടെ സംസ്കൃതം വേർഡിനെ ചെറിയ മാറ്റത്തോടെ രാത്ത്. രാത്ത് എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിൽ ഉപയോഗിക്കുന്നു. അപ്പോ സംസ്കൃതത്തിലുള്ള വാക്കുകളെ പരിവർത്തൻ കെ സാത്ത് അല്ലെ. പരിവർത്തൻ കെ സാത്ത് ഹിന്ദിയിൽ ഉപയോഗിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? തൽഭവ് ശബ്ദം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തത് ദേശജ് ശബ്ദ്. എന്താണ്? ദേശജ് ശബ്ദ്. നോക്കൂ. ദേശജ്. സോറി, ദേശജ്. ദേശജ് ശബ്ദ് അല്ലെ. ദേശജ് ശബ്ദ് എന്താണ്? അന്യഭാരതീയ ഭാഷാസെ. അതായത് ഹിന്ദി അല്ലാതെ ഭാരതത്തിലുള്ള അന്യഭാഷകളിൽ നിന്ന് ഉപയോഗിക്കുന്ന വാക്കുകളെ ഹിന്ദിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു, അതേപോലെ തന്നെ ഉപയോഗിക്കുന്നു. അതിനെയാണ് ദേശജ് ശബ്ദം എന്ന് പറയാം. ഹിന്ദി അല്ലാതെ ഭാരതത്തിൽ എത്ര ലാംഗ്വേജ് ഉണ്ട്? PSC പഠിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇഷ്ടം പോലെ ലാംഗ്വേജുകൾ ഉണ്ട്. PSC അതായത് ഭരണഘടനയിൽ അംഗീകരിച്ചതും അല്ലാത്തതും ഒക്കെ ആയിട്ട് ഒരുപാട് ഭാഷകൾ ഉണ്ടല്ലേ. അപ്പം അന്യഭാരതീയ ഭാഷകൾ, ഭാരതത്തിലെ ഹിന്ദി അല്ലാതെയുള്ള ഭാഷകളിൽ നിന്ന്
ഉള്ള വേർഡ്സിനെ അങ്ങനെ തന്നെ നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ട്, ഹിന്ദി ഭാഷയിൽ. ആ വേർഡ്സിനെയാണ് ദേശജ് ശബ്ദം എന്ന് പറയുന്നത്. നോക്കൂ, ഗാഡി, ഗാഡി മത്ലബ് ഗാഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗാഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ആണ് അല്ലെ, വെഹിക്കിൾ ആണ്. ഗാഡി, ഖിഡ്കി, ഖിഡ്കി, ചിടിയ അല്ലെ, ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ എന്താണ് അന്യ ഭാരതീയ ഭാഷയിൽ നിന്ന് ഹിന്ദിയിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് കൂടുതൽ തരാട്ടോ, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴൊക്കെ നോക്കാം. നെക്സ്റ്റ്, വിദേശി ശബ്ദ്. വിദേശി ശബ്ദ് എന്തായിരിക്കും? നിങ്ങൾക്ക് അതിൽ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഏകദേശം. വിദേശി ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ? വിദേശ ഭാഷകളിൽ നിന്ന് അല്ലെ, ഭാരതീയ ഭാഷയല്ലാതെ വിദേശ ഭാഷകളിലുള്ള വാക്കുകളെ നമ്മൾ അതുപോലെ തന്നെ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ നിന്നുള്ള വേർഡ്സ് ഹിന്ദിയിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് മറ്റേ പേർഷ്യൻ, അറബി, അതുപോലെയുള്ള തുർക്കി, അതിൽ നിന്നൊക്കെ ഉറുദു, അങ്ങനെയുള്ള എല്ലാ ഭാഷകളിൽ അങ്ങനെയൊക്കെയുള്ള ഭാഷകളിൽ നിന്ന് നമ്മൾ, അതായത് ഇന്ത്യൻ ഭാഷയല്ലാതെ അല്ലെ വിദേശ ഭാഷകളിൽ നിന്നുള്ള വേർഡ്സിനെ ഹിന്ദിയിൽ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു, അതിനെയാണ് വിദേശി ഭാഷ, വിദേശി ശബ്ദം എന്ന് പറയുന്നത്. നോക്കൂ, പെൻസിൽ അല്ലെ, പെൻസിൽ, പെൻസിൽ ഇംഗ്ലീഷ് വേർഡാണ്, പെൻസിൽ എന്നാണ് ഹിന്ദിയിൽ ഉപയോഗിക്കുക. അതേപോലെ കൂലി, കൂലി, കൂലി. പിന്നെ ചാബി, ചാബി എന്ന് വെച്ചാൽ ചാവി കേട്ടോ, നമ്മുടെ ചാവി. പിന്നെ ഫീസ്, ഫീസ് അല്ലെ, ഇതെല്ലാം അന്യ ഭാരതീയ ഭാഷകളാണ്. സോറി, അന്യ ഭാരതീയ ഭാഷയല്ല, വിദേശി ഭാഷകൾ, അതായത് ഇന്ത്യൻ ലാംഗ്വേജ് അല്ലാത്ത മറ്റു ഭാഷകളിൽ നിന്ന് ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ വ്യുൽപ്പത്തിക്ക് ദൃഷ്ടിച്ച്, അപ്പൊ ഇവിടെ വരാവുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം എങ്ങനെയാന്ന്. അതായത് ഒന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, വ്യുൽപ്പത്തിക്ക് ദൃഷ്ടി സെ ഹിന്ദി മേ ശബ്ദത്തെ നമ്മള് ശബ്ദത്തെ നമ്മള് എത്ര തരമായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. 4, 3, 2, 5 എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് വരാം. അങ്ങനെയാണെങ്കിൽ 4 ആണ് ആൻസർ അല്ലെ. ഇനി അതല്ല, ഇങ്ങനെയും വരാം, വ്യുൽപ്പത്തിക്ക് ദൃഷ്ടി സെ എങ്ങനെയൊക്കെ ശബ്ദത്തെ തിരിച്ചിരിക്കുന്നു. തത്സമ, തൽബവ്, ദേശജ് തന്നിട്ട് പിന്നെ വേറെ ഏതെങ്കിലും ഒരു വേർഡും കൂടെ തരാം. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ അല്ലാത്തത് അല്ലെ. ഇതില് വ്യുൽപ്പത്തിക്ക് ദൃഷ്ടിയിൽ തരംതിരിച്ചിട്ട് അല്ലാത്തത്, അതിൽ പെടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 ഓപ്ഷൻസ് തത്സം, തൽബവ്, ദേശജ്, വിദേശിയാണ് വ്യുൽപ്പത്തിക്ക് ദൃഷ്ടീസ് എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, അതിൽ പെടാത്തത് ഏതെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോർട്ട് ചെയ്യാം അല്ലെ, ഓഡ് വൺ ഔട്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ, നെക്സ്റ്റ് പിന്നെ എങ്ങനെ വരാം? ഇപ്പൊ അഗ്നി, അശ്രു, ഗൃഹ്, രാത്രി എന്നൊക്കെ പറഞ്ഞു തരുമ്പോ അതിന്റെ കൂടെ അഗ്നി, അശ്രു, ഗൃഹ് കഴിഞ്ഞിട്ട് പിന്നെ ചാബി എന്നാണ് തന്നതെങ്കിൽ ഇതില് ഏതായിരിക്കും ഓഡ് വൺ? ചാബി ആയിരിക്കും അല്ലെ. അതായത് മറ്റു 3ഉം തത്സം ശബ്ദത്തിന്റെ കൂടെ വന്നതാണ്. അതേപോലെ തൽബവ് ശബ്ദം അല്ലെ, ആഗ്, ആസു, ഘർ, ഇതിന്റെ കൂടെ തന്നിട്ട് ഗിഡ്കി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ദേശജ ശബ്ദത്തിൽ പെട്ടതാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. പേടിക്കണ്ട, നമുക്ക് കുറെ PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ തരാം, അപ്പം മനസ്സിലാവും കൂടുതൽ. ഇനി നെക്സ്റ്റ്, ഓക്കെ, രചന യ ബനാവട്ട് അല്ലെ, രചന യ ബനാവട്ട്. അപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞു വ്യുൽപ്പത്തിക്ക് ദൃഷ്ടിസെ എങ്ങനെയാണ് ഒന്ന് മാറ്റം വന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒറിജിൻ എങ്ങനെ എവിടെ നിന്ന് ഒറിജിൻ ചെയ്തു എന്നതിന്റെ ബേസിലാണ്. ഇനി നെക്സ്റ്റ് എന്തായിരുന്നു? രചന യാ ബനാവട്ട്, നമ്മൾ എഴുതുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ബനാവട്ട് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് അത് 3 തരമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് രൂഢ ശബ്ദ്, നെക്സ്റ്റ് യൗഗിക് ശബ്ദ്, ദെൻ യോഗരൂഢ്. എഴുതിത്തരാം, മലയാളത്തിൽ ഒന്ന് എഴുതാം, നിങ്ങൾക്ക് അത്ര പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. രൂഢ്, രൂഢ ശബ്ദ്. അടുത്തത് യൗഗിക്, യൗഗിക് ശബ്ദ്. അടുത്തത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്ന യോഗരൂഢ്. എന്താണ്? യോഗരൂഢ്. 3 ടൈപ്പ് അല്ലെ, രൂഢ്, യൗഗിക്, യോഗരൂഢ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പേരുകളൊക്കെ പഠിച്ചു വെക്കണേ. രൂഢ്, യൗഗിക്, യോഗരൂഢ്, രൂഢ്, യൗഗിക്, യോഗരൂഢ്. അപ്പൊ രൂഢ് എന്താണെന്ന് പറഞ്ഞുതരാം. ഖണ്ഡ് കർണേ പർ അർത്ഥ നഹി. അതൊക്കെ ഇതൊന്നും അല്ല കേട്ടോ അതിന്റെ എക്സ്പ്ലനേഷൻ, അതായത് ഡെഫിനിഷൻ ഇങ്ങനെയൊന്നല്ല. ഡെഫിനിഷൻ ഒന്നും നിങ്ങൾക്ക് ചോദിക്കില്ല, അതുകൊണ്ടൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടല്ല പറയുന്നത്. നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, മീനിങ് മനസ്സിലാക്കുക. അപ്പൊ രൂഢ് എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഒരു വേർഡ് നമുക്ക് കിട്ടി, ഹിന്ദിയിൽ ഒരു വാക്ക് എടുത്താൽ അതിനെ ഖണ്ഡ് കർണേ പർ അർത്ഥ നഹി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഖണ്ഡിക്കുക അല്ലെ, ഖണ്ഡിച്ചിട്ടുണ്ട്. ഖണ്ഡിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കട്ട് ചെയ്യുക.
ഒരു വേർഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വേർഡിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരർത്ഥം ഉണ്ടാവില്ല. അങ്ങനെയുള്ള വേർഡിനെയാണ് രൂഢ ശബ്ദം എന്ന് പറയാം. ഇതാ ശ്രദ്ധിച്ചോളൂ, ഹാത്ത്. ഒന്ന് ഹാത്ത് അല്ലെ, എന്താണ് ഹാത്ത്? ഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കൈ, ഹാൻഡ് ആണ് അല്ലെ. ഈ ഹാത്തിനെ നമ്മൾ ഇവിടെ കട്ട് ചെയ്തു, നോക്കിയോ, ഇതാ ഇവിടെ കട്ട് ചെയ്തു, ഹാത്ത്. ഈ ഹാ എന്നുള്ളതിന് സെപ്പറേറ്റ് ആയിട്ട് വല്ല മീനിങ് ഉണ്ടോ? ഇല്ല. ഥ എന്ന് പറയുന്നതിന് സെപ്പറേറ്റ് ആയിട്ട് വല്ല മീനിങ് ഉണ്ടോ? ഇല്ല. അപ്പോ ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മീനിങ് ഇല്ലാത്ത വേർഡിനെയാണ് രൂഢ ശബ്ദം എന്ന് പറയുന്നത്. അതേപോലെ ഇതാ രാത്ത്. രാത്ത്, ഇതിനെ കട്ട് ചെയ്തു, രാത്ത്. എന്തെങ്കിലും അർത്ഥം കിട്ടിയോ? ഇല്ല. കുർസി, രാത്ത് എന്ന് പറഞ്ഞാൽ രാത്രിയാണേ. കുർസി, കുർസി ഇതാണ് കുർസി. കുർസി എന്ന് പറഞ്ഞാൽ എന്താ? ചെയർ ആണേ, ചെയർ. അപ്പൊ കു കട്ട് ചെയ്തു, ഇല്ല. ര്, കുർ കട്ട് ചെയ്തു, സി ഇല്ലെ. ഇതിനെ എങ്ങനെ കട്ട് ചെയ്താലും ഒരു മീനിങ് കിട്ടുന്നില്ല. നെക്സ്റ്റ് കിതാബ്. കിതാബ് എന്ന് പറഞ്ഞാൽ എന്താ? ബുക്കാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഹിന്ദിയിലെ പല വേർഡും കാണുമ്പോൾ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ വേർഡ് കാണുമ്പോൾ ഇത് മാത്രം ചെയ്ത് നോക്കിയാൽ മതി. ഇതിന്റെ ഇടയിൽ കട്ട് ചെയ്ത് നോക്കുക. കട്ട് ചെയ്ത് നോക്കുമ്പോൾ അർത്ഥം കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത് രൂഢ ശബ്ദം. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു, ഹാത്ത്. അതിന്റെ അതായത് ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ഹാത്ത്, രാത്ത്, കുർസി, പിന്നെ വേറെ ഏതെങ്കിലും ഒരു ഇതിലുള്ള ഇപ്പൊ ദേവാലയം എന്ന് പറഞ്ഞിട്ടൊരു വേർഡും വന്നു. അപ്പൊ നിങ്ങൾ ഹാത്ത് കട്ട് ചെയ്തു, രാത്ത്, കുർസി ഇതൊക്കെ കട്ട് ചെയ്തു, മീനിങ് ഒന്നും കിട്ടുന്നില്ല. ദേവാലയം, ഈ വേർഡിന് ദേവാലയം എന്ന് പറയുന്ന വേർഡിന്റെ ഇവിടെ കട്ട് ചെയ്ത് ദേവ ആലയ് അല്ലെ. ദേവ് ആലയ്. ദേവ് ഒരു മീനിങ് ഉണ്ട്, ആലയ് വേറെ മീനിങ് ഉണ്ട്. അപ്പൊ അത് ഇതിൽ പെടുന്നതല്ല. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ. ഇനി നെക്സ്റ്റ് യൗകിക്. എന്താണ് യൗകിക്? ഈ യൗകിക് എന്താണ്? ഈ രൂഢ ശബ്ദമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. ഖണ്ഡ് കർണേ പർ അർത്ഥ ഹെ അല്ലെ. അതായത് ഖണ്ഡ് കർണേ പർ അർത്ഥ ഹെ, അതായത് ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾസ് നോക്കാം. പാഠശാല, ദേവാലയ, ഫൂൽമാല, രസോയി ഘർ അല്ലെ. ഇങ്ങനെയുള്ള വേർഡ്സ്, അതായത് നമ്മൾ അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് വേർഡിനും അർത്ഥമുണ്ട്, വേറെ വേറെ അർത്ഥമുണ്ട്. ഇതാ നോക്കിക്കോളൂ. പാഠശാല അല്ലെ, നോക്കൂ, ഇവിടെ എഴുതി കാണിച്ചു തരാം. പാഠശാല അല്ലെ. ഇതിനെ നമ്മൾ ഇവിടെ കട്ട് ചെയ്തു. അപ്പൊ എന്താ മീനിങ് വന്നേ? പാട് അല്ലെ. പാട് ഒരു മീനിങ് ഇല്ലേ? പാട് എന്ന് പറഞ്ഞാൽ മീനിങ് ഉണ്ട്. എന്താണ്? പാഠം, ലെസൺ അല്ലെ. ലെസൺ. പിന്നെയോ ശാല. ശാല എന്ന് പറഞ്ഞാലും വേറെ മീനിങ് ഉണ്ട്. എന്താണ്? റൂം അല്ലെ എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ ഒരു മീനിങ് ഉണ്ട്. അപ്പൊ കട്ട് ചെയ്തപ്പോ രണ്ട് വേർഡിനും മീനിങ്ങുകളുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ വേർഡിന് വേറെ വേറെ അർത്ഥം കിട്ടുന്ന വാക്കുകളെയാണ് എന്ത് പറയുന്നത്? ഈ യൗകിക ശബ്ദം എന്ന് പറയുന്നത്. ഇനി അടുത്തത് യോഗരൂഢ്. നോക്കൂ. ഖണ്ഡ് കർണേക്കെ ബാദ് നയേ അർത്ഥ, അതായത് നമ്മൾ കട്ട് ചെയ്ത്, ഇങ്ങനെയൊന്നല്ല കേട്ടോ എക്സ്പ്ലനേഷൻ. നിങ്ങൾ ഹിന്ദി ശരിക്കും പഠിക്കുന്നവരോ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതെന്താ മിസ് ഇങ്ങനെ എക്സ്പ്ലെയിൻ, അതായത് ഡെഫിനിഷൻ പറയുന്നതെന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഡെഫിനിഷൻ ഒന്നും വേണ്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് അർത്ഥം മാത്രം കിട്ടിയാൽ മതി. അപ്പൊ യോഗരൂഢ് ഖണ്ഡ് കർണേക്കെ ബാദ് നയേ അർത്ഥ, അതായത് യോഗരൂഢ് ശബ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ അർത്ഥവും ഉണ്ടാകും. പക്ഷെ ഒരുമിച്ചിരിക്കുമ്പോൾ ഇതിന് വേറൊരു അർത്ഥമാണ് വരിക. നോക്കൂ, എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നീലകണ്ഠ് അല്ലെ. നീലകണ്ഠ് അല്ല, നോക്കിക്കോളൂ, ഇവിടെ കാണിച്ചു തരാം. നീലകണ്ഠ്. ഇവിടെ നമ്മൾ ഇവിടെ കട്ട് ചെയ്തു. നീലകണ്ഠ്. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അർത്ഥമുണ്ട്, നീല, ബ്ലൂ. കണ്ഠ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ഠ് എന്ന് പറഞ്ഞാൽ ത്രോട്ട് അല്ലെ. ത്രോട്ട്, നമ്മുടെ തൊണ്ട. എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ കളർ എന്നുള്ള മീനിങ് ഉണ്ട്. രണ്ടിനും സെപ്പറേറ്റ് അർത്ഥമുണ്ട്. പക്ഷെ ഇവ കൂടി നിൽക്കുമ്പോൾ ഉള്ള അർത്ഥം വേറൊരാളാണ് അല്ലെ. നീലകണ്ഠ് എന്ന് പറഞ്ഞാൽ ആരാണ്? ശിവൻ. നീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ ശിവ ആണ് അല്ലെ. അപ്പൊ അത് വേറൊരു മീനിങ് ആയി. അതേപോലെ വീണാവാണി. നോക്കൂ, വീണാവാണി. വീണ ഒരു മീനിങ് ആണ്. വാണി അല്ലെ. വാണി എന്ന് വെച്ചാൽ ശബ്ദമാണ്, സൗണ്ട് ആണ് അല്ലെ. രണ്ടിനും രണ്ടും മീനിങ് ആണ്. പക്ഷെ വീണാവാണി എന്ന് പറഞ്ഞാൽ ആരാണ്? സരസ്വതിയാണ് അല്ലെ. അതുപോലെ പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ വേറെ മീനിങ് ഇല്ല. പാഠശാല എന്ന് പറഞ്ഞാൽ പാഠം പഠിപ്പിക്കുന്ന ശാല, പാഠശാല തന്നെയാണ്. കേക്കാം. ദേവാലയം എന്ന് പറഞ്ഞാൽ ദേവന്റെ ആലയമാണ്. അതിന്റെ മീനിങ് തന്നെയാ കിട്ടുന്നത്. പക്ഷെ നീലകണ്ഠ് എന്ന് പറഞ്ഞാൽ നീലത്തിന് വേറെ കണ്ഠ് വേറെ ഉണ്ട്. പക്ഷെ നീലകണ്ഠ് എന്ന് പറഞ്ഞാൽ അത് വേറൊരാളാണ് അല്ലെ. ശിവൻ. വീണാവാണി വേറൊരാളാണ്, സരസ്വതി. അങ്ങനെയുള്ള വേർഡ്സിനെയാണ് എന്ത് പറയുന്നത്? യോഗരൂഢ ശബ്ദം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? രചന യാ ബനാവട്ട് അല്ലെ. രചനയുടെ അല്ലെങ്കിൽ ബനാവട്ട് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള ദൃഷ്ടിയിൽ നമ്മൾ വേറെ വേറെ ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറയുന്നു.
ഇനി അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇതാ പ്രയോഗ കീ ദൃഷ്ടിമേ അല്ലെ, ഇത് കുറച്ച് പറയാനുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പ്രയോഗ കീ ദൃഷ്ടിമേ, പ്രയോഗിക്കുന്ന നമ്മൾ പ്രയോഗിക്കുന്നതിന്റെ ബേസിസിലാണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് വികാരി ശബ്ദ്, വികാരി ശബ്ദ്, വികാരി ശബ്ദ്. അടുത്തത് അവികാരി ശബ്ദ്, വികാരി ശബ്ദും അവികാരി ശബ്ദും. വികാരി ശബ്ദ് നോക്കൂ, എക്സാമ്പിൾ അല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്താണെന്നുള്ളത് പറയാം ആദ്യം. ലിംഗ് വചൻ നോക്കൂ, ലിംഗ് വചൻ കാരക് കെ ബാര, ഇതിനെ ബേസ് ചെയ്തിട്ട് ലിംഗം വചനം കാരക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു വാക്കിൽ എന്തെങ്കിലും ബദലാവ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവയെ വികാരി ശബ്ദം എന്ന് പറയാം. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, ഒന്നുകൂടെ പറഞ്ഞുതരാം. ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഇതിനൊക്കെ എക്സ്പ്ലനേഷൻ വേണം, ഇവിടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നോളൂ. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ലിംഗ് ആണ് അല്ലെ. ലിംഗ് എന്താണ്? ലിംഗ് സ്ത്രീലിംഗം ഉണ്ട്, സ്ത്രീലിംഗം ഉണ്ട്, പുരുഷലിംഗം ഉണ്ട് അല്ലെ. അപ്പോ നമ്മളെ എളുപ്പത്തിൽ മനസ്സിലാകുന്നത് പോലെ പറയാം. ലഡ്ക ആൺകുട്ടിയാണ്, ബോയ് ആണ് അല്ലെ. ലഡ്കി ആണെങ്കിലോ, ലഡ്കി എന്താണ്? ഗേൾ ആണ്. അപ്പൊ ഇത് പുരുഷലിംഗാണ് അല്ലെ, പുരുഷലിംഗം. ഇതോ സ്ത്രീലിംഗം അല്ലെ, സ്ത്രീലിംഗം. അപ്പോ ഒരു സെന്റൻസുകളിൽ അല്ലെങ്കിൽ ഹിന്ദി ഭാഷയിൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന പല വേർഡ്സും അതായത് ഈ പുരുഷലിംഗത്തിലോ സ്ത്രീലിംഗത്തിലോ ഒക്കെ വരുന്നതാവാം എല്ലാ വാക്കുകളും, പല വാക്കുകളും. അപ്പോ ഈ പുരുഷലിംഗത്തിലോ സ്ത്രീലിംഗത്തിലോ വരുന്ന വാക്കുകൾക്ക് അനുസരിച്ച് ഒരു വാക്കിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് ലിംഗത്തെ അനുസരിച്ച് ഒരു വാക്ക് നമ്മൾ എടുത്തു, അതിനെ ലിംഗത്തിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വികാരി ശബ്ദം എന്ന് പറയും. ഓക്കെ, ഇനി ഇതല്ല, വചൻ. അടുത്തത് വചനാണ്. വചൻ 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 എന്താണ്? വചൻ വചൻ പഠിച്ചിട്ടുണ്ടാവും മലയാളത്തിൽ, ഏകവചനം ബഹുവചനം എന്നൊക്കെ അല്ലെ. അപ്പൊ ഏകവചനം ബഹുവചനം എന്നൊക്കെ ഉണ്ടാവും. ഒറ്റ മിനിറ്റ്, ഒരു അർജന്റ് കോൾ ഉണ്ട്. ഹലോ, ഞാൻ ക്ലാസ്സിലാണേ, ക്ലാസ് എടുക്കാം, വിളിക്കാം. വചനം, വചൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ സ്ത്രീലിംഗവും പുരുഷലിംഗവും ഉണ്ടാവും അല്ലെ. സോറി, ബഹുവചനവും ഏകവചനവും അല്ലെ. വചനം നമ്മൾ മലയാളത്തിൽ പഠിക്കുന്ന തന്നെ ഏകവചനവും ബഹുവചനവും അല്ലെ. ഏകവചനവും ബഹുവചനം അല്ലെ. ഏകവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകവചനം എന്ന് പറഞ്ഞാൽ ഒറ്റ ആള് വരുന്നത് അല്ലെ. ലഡ്ക, ലഡ്ക ആൺകുട്ടി, ഒരു ആൺകുട്ടിയേ ഉള്ളൂ. പക്ഷെ ബഹുവചനാണെങ്കിലോ, ബഹുവചനാണെങ്കിൽ ലഡ്കേന്ന് വരും അല്ലെ, ആൺകുട്ടികൾ എന്ന് വരും. അപ്പൊ വചനത്തെ അനുസരിച്ച് അവിടെ മാറ്റം വന്നില്ലേ? ലഡ്ക എന്ന് പറയുന്ന ആൺകുട്ടിയാണ്, ആൺകുട്ടികൾ എന്ന് പറയുമ്പോഴും ലഡ്ക തന്നെയാണോ പറയുന്നത്? അല്ല, ആ വാക്ക് മാറി, ലഡ്ക എന്ന് പറഞ്ഞ് മാറി. അപ്പൊ വചനത്തിനനുസരിച്ച് ആ വാക്കിൽ മാറ്റം വരുന്നുണ്ട്. ഇനി കാരക്, കാരക് കേട്ടിട്ടുണ്ടോ? കാരക് എന്താണെന്ന്? കാരക്, കാരക് എന്ന് പറഞ്ഞാ നമ്മളെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ നമ്മള് എന്താ, എന്റെ, വേണ്ടി, പർ, സോറി മുകളിൽ, ഉള്ളിൽ അല്ലെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഉപയോഗിക്കുന്ന ചില പ്രിപ്പോസിഷൻസ് പോലെ അല്ലെ. പ്രിപ്പോസിഷൻ നമ്മളിങ്ങനെ മലയാളത്തില് നമ്മള് എന്റെ, ഉടെ, ഉള്ള എന്നൊക്കെ പറയില്ലേ. എന്റെ, ഉടെ, ഉള്ള, പിന്നെ എന്താണ്, മുകളിൽ, പർ, എന്ന് വെച്ചാ അത് ഹിന്ദിയാണ് കേട്ടോ. മുകളിൽ, ഉള്ളിൽ, ഇങ്ങനെയൊക്കെ വരുന്ന ചില പ്രിപ്പോസിഷൻസ്, അതിനെയാണ് കാരക് എന്ന് പറയാ കേട്ടോ.
അതിനെയാണ് കാരക് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ പേടിക്കണ്ട. കാരകും വചനും ലിംഗും ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഈ പറയുന്ന കാരകിനെ അനുസരിച്ച്, ഈ കാരകിൽ എന്ന് പറയുമ്പോ നമ്മള് കാ കേക്കി എന്നൊക്കെ പറഞ്ഞ ഹിന്ദിയിലെ കാരക് എന്ന് പറഞ്ഞാൽ ദാ കാ കേ കീ ഒക്കെ കാരകാണ് ഹിന്ദിയിലെ. അപ്പൊ ഇങ്ങനെയുള്ളതിനെ ബേസ് ചെയ്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോ ഒരു വാക്കിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അതിനെയും നമ്മള് വികാരി ശബ്ദം. അപ്പൊ ഇങ്ങനെ ഇതൊക്കെയാണ് ലിംഗ്, വചൻ, കാരക് ഈ മൂന്ന് ആൾക്കാരെയും ബേസ് ചെയ്തിട്ട് ഒരു വാക്ക് നമ്മൾ എടുക്കുമ്പോൾ ആ വാക്കിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അതിന് വികാരി ശബ്ദം എന്ന് പറയും. ഇല്ലേ? ലഡ്ക എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു ബേസ് വേർഡ് എടുക്കാണ്, ലഡ്ക. അപ്പൊ ലഡ്ക ആൺകുട്ടി. പെൺകുട്ടി ആവുമ്പോഴും അതിനെ ലഡ്ക തന്നെയാണോ പറയാ? അല്ല, ലഡ്കി എന്ന് പറയണം. അപ്പൊ ആ വാക്കിൽ മാറ്റം വന്നു. അപ്പൊ ലിംഗത്തിനനുസരിച്ച് മാറി. ഇനി ലഡ്ക, ആൺകുട്ടിക്ക് ലഡ്ക എന്ന് പറയും. ആൺകുട്ടികളാണെങ്കിൽ ലഡ്ക എന്ന് പറഞ്ഞാൽ മതിയോ? അല്ല, അവിടെ ലഡ്ക എന്ന് പറയണം. അപ്പൊ അവിടെ വചനത്തിനനുസരിച്ച് മാറി. ഏകവചനം ബഹുവചനത്തിനനുസരിച്ചും ആ വാക്കിൽ മാറ്റം വന്നു. ഇനി ലഡ്കെ, അതിന്റെ കൂടെ കോ വരുമ്പോഴോ? ലഡ്കേന്റെ കൂടെ കോ എന്ന് പറഞ്ഞാൽ അർത്ഥം കി എന്നാണ് കേട്ടോ. ആൺകുട്ടികൾക്ക് എന്നുള്ള അർത്ഥമാണ് ലഡ്കെ, ആൺകുട്ടി. ആൺകുട്ടികൾക്ക് എന്ന് പറയുമ്പോ ലഡ്കെ കോ എന്ന് പറഞ്ഞാൽ പോരാ. എങ്ങനെ പറയണം? ലഡ്കോം കോ എന്ന് പറയണം. എങ്ങനെ പറയണം? ലഡ്കോം കോ എന്ന് പറയണം. അപ്പൊ ഈ വാക്ക് ഇവിടെ മാറി ഇല്ലേ? കാരക് വന്നപ്പോ ലഡ്ക എന്നുള്ളത് ലഡ്കോം എന്നായി. അങ്ങനെ ലിംഗത്തിനും വചനത്തിനും കാരകത്തിനും അനുസരിച്ച് ഒരു ശബ്ദത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വികാരി ശബ്ദം എന്ന് പറയാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി സംജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സംജ്ഞയൊക്കെ നമുക്ക് പഠിക്കാണ്ട് നാമങ്ങളാണ് കേട്ടോ. നാമങ്ങൾ, അതായത് എന്തൊക്കെ പറയാ, ബുക്ക്, പെന്ന്, പെൻസിൽ, ടീച്ചർ, മരം എന്ന് വേണ്ട നമുക്ക് ചുറ്റും കാണുന്ന പലതരം വാക്കുകളെയും നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുന്നു? സംജ്ഞ, അതായത് നൗൺ കേട്ടോ. ഇംഗ്ലീഷിൽ പറയുന്ന നൗൺ അല്ലെ മലയാളത്തിൽ പറയുന്ന നാമം, അതാണ് സംജ്ഞ. സംജ്ഞകള്, എല്ലാ നാമങ്ങളും. പിന്നെ സർവനാം എന്ന് വെച്ചാൽ എന്താ? പ്രോനൗൺ, അതായത് ഹി, ഷീ, ഇറ്റ് നമ്മൾ പറയില്ലേ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന, അതൊക്കെ പഠിക്കാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ പറയാം. അങ്ങനെയുള്ള സർവനാമങ്ങള്. പിന്നെ വിശേഷൻ, സോറി കേട്ടോ, ഇവിടെ ഒരു എ ചിഹ്നമുണ്ട്. വിശേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അജക്റ്റീവ്, ഇംഗ്ലീഷിൽ നമ്മൾ പറയില്ലേ, അതായത് ബഡാ ലഡ്ക, വലിയ ആൺകുട്ടി, പിന്നെ അങ്ങനെ പിന്നെ എന്താണ്, ചോട്ട ലഡ്ക, അങ്ങനെ കുഞ്ഞ്, ഉയരം കുറഞ്ഞ. അതിപ്പോ വാക്കിനെ, നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ്. അങ്ങനെയുള്ള വാക്കുകള്. പിന്നെ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? വെർബ് അല്ലെ? അതായത് ഖാന ഭക്ഷണം കഴിക്കുന്നു, സോന ഉറങ്ങുന്നു, ചലന നടക്കുന്നു. ഇതൊക്കെ ക്രിയകളാണ്. അപ്പൊ ഈ വകുപ്പിൽ പെടുന്ന എല്ലാ ശബ്ദങ്ങളും എന്തായിരിക്കും? വികാരി ശബ്ദമായിരിക്കും. സംജ്ഞ, സർവനാമ, വിശേഷൻ, ക്രിയയിലൊക്കെ പെടുന്ന എന്ത് വാക്കുകൾ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വികാരി ശബ്ദം എന്ന് പറയാം. ഒന്നും നോക്കണ്ട. നൗണ്, പ്രോനൗണ്, അജക്റ്റീവ്, വേർബ് ഇതിൽ പെടുന്ന, അങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവുമല്ലോ. ഇംഗ്ലീഷ് ഉണ്ടല്ലോ PSCക്ക്. അപ്പൊ ഇംഗ്ലീഷിൽ നിങ്ങൾ ഇതൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നൗണ്, പ്രൊനൗണ്, വിശേഷൻ, അതായത് അജക്റ്റീവ്, വേർബ് ഇതിലൊക്കെ പെടുന്ന, ഹിന്ദിയിൽ ഈ വകുപ്പിൽ പെടുന്ന വാക്കുകളെല്ലാം എന്തായിരിക്കും? വികാരി ശബ്ദമായിരിക്കും. അവയൊക്കെ ഇതിനനുസരിച്ച് ഈ ലിംഗ്, വചൻ, കാരകത്തിനനുസരിച്ച് മാറുന്നവയായിരിക്കും. അതങ്ങ് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് അവികാരി ശബ്ദം അല്ലെ? അവികാരി ശബ്ദം എന്താണ്? അവികാരി ശബ്ദം എന്ന് പറഞ്ഞാൽ നഹി ബദലാത്ത, അതായത് ഈ പറഞ്ഞ ലിംഗത്തിനനുസരിച്ചോ വചനനുസരിച്ചോ കാരകിനനുസരിച്ചോ ഒന്നും ഒരു ചേഞ്ചും സംഭവിക്കാത്ത വാക്കുകളുണ്ട്. അങ്ങനെയുള്ള വാക്കുകളെയാണ് എന്ത് പറയുന്നത്? അവികാരി ശബ്ദ് എന്ന് പറയുന്നത്. എന്താണ് അവികാരി ശബ്ദം എന്ന് പറയുന്നത്? നോക്കൂ, ഒരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. ജൽദി അല്ലെ? ജൽദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ലഡ്ക ജൽദി ഗയ. ജൽദി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പെട്ടെന്ന്. എന്താണ്? പെട്ടെന്ന്, സഡൻ. ലഡ്ക ജൽദി ഗയ, ആൺകുട്ടി പെട്ടെന്ന് പോയി. ഗയ എന്ന് പറഞ്ഞാ പോയി, ആൺകുട്ടി പെട്ടെന്ന് പോയി. ലഡ്കിയാണെങ്കിലോ? ലഡ്കി ജൽദി ഗയി. ഇനി പെൺകുട്ടി ആയതുകൊണ്ട് ഈ ജൽദി എന്നുള്ള വേറെന്തെങ്കിലും മാറ്റം വന്നോ ഇവിടെ? ഇല്ല, ലഡ്കി ജൽദി ഗയി. അതേപോലെ ലഡ്കെ ആൺകുട്ടികൾ, ജൽദി ഗയി, അപ്പോഴും ജൽദി തന്നെയാ. ലഡ്കെ ജൽദി ഗയി, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ലിംഗത്തിനനുസരിച്ച്. അതേപോലെ ലഡ്കെ എന്ന് പറയുമ്പോ അപ്പൊ എന്തായി? വചനം മാറിയില്ലേ? ഏകവചനം എന്നുള്ള ബഹുവചനായി. ലഡ്ക എന്ന് പറഞ്ഞാൽ ഏകവചനാണ്, ലഡ്കെ എന്ന് പറഞ്ഞാൽ ബഹുവചനാണ്. അപ്പൊ ഏകവചനം ഉള്ളത് ബഹുവചനായി. ലഡ്ക എന്നുള്ളത് ലഡ്കേന്നായപ്പോഴും ലഡ്കീന്നായപ്പോഴും ഒന്നും ഈ ആൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല ഈ ജൽദിക്ക്, അല്ലെ?
അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ എന്ത് വന്നാലും ഒരു മാറ്റം വരാത്ത ആളുകളെയാണ് എന്ത് പറയുന്നത്? അവികാരി ശബ്ദം. ഒരു വികാരവും ഇല്ല അവർക്ക്. പഠിച്ചാൽ മതി. ഒരു വികാരവും ഇല്ല. ആര് വന്നാലും, ആൺകുട്ടി വന്നാലും പെൺകുട്ടി വന്നാലും കുറെ ആൺകുട്ടികൾ വന്നാലും അല്ലെ, ലിംഗങ്ങൾക്ക് മാറ്റം വന്നാലും വചനത്തിന് മാറ്റം വന്നാലും കാരകിന് മാറ്റം വന്നാലും ഒന്നും നമുക്കൊരു മാറ്റവും ഇല്ല. അവികാരി, ഒരു വികാരവും ഇല്ലാത്ത ശബ്ദത്തെയാണ് അവികാരി ശബ്ദ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലിപ്പോ നമ്മള് സംസ്കൃതം വേർഡ്സ് പറഞ്ഞു അല്ലെ. സംസ്കൃത വേർഡ്സിൽ അഗ്നി, അശ്രു ഒക്കെയാണ് പറയുന്നത്. അഗ്നി, അശ്രു, അഗ്നി, അശ്രു, ഗൃഹ്, രാത്രി ഇല്ലേ. അതേപോലെ പിന്നെ വരുന്ന വേർഡ്സ് കുറച്ചും കൂടെ എന്താണ്, ഗൃഹരാത്രി, ഭ്രാത. ഭ്രാത എന്ന് പറഞ്ഞാൽ എന്താ? ഭ്രാത എന്താ, കേട്ടിട്ടുണ്ടോ? ഭ്രാത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ബ്രദർ ആണ്. ബ്രദർ സഹോദരൻ. ബ്രദർ സഹോദരനാണ്. അറിയാമോ? ബ്രദർ സഹോദരൻ എന്നാണ്. അതുപോലെ അപ്പോ അതിന്റെ തത്സം ശബ്ദം എന്തായിരിക്കും? ഭായ്, സഹോദരൻ അല്ലെ. ഭായ്, സഹോദരൻ. ഭായ്, സഹോദരൻ. അതേപോലെ പിന്നെ വരുന്നത് ദേശജ് അല്ലെ. ദേശജ് ശബ്ദത്തില് പിന്നെ വരുന്നത് നമ്മൾ ഏതൊക്കെ പറഞ്ഞു? അന്യ, ഗാഡി, ഗിഡ്കി, ചിടിയ അല്ലെ. പിന്നെ വരുന്നത് ധൈല. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള വേർഡ്സ് ആണ്. ധൈല, ഗാഡി, ഗിഡ്കി, ഘോസല, പിന്നെ ഘോസല, പിന്നെ പഗടി. എന്താണ് പഗടി? പേട്. എന്താണ് പേട്? പേട്. പിന്നെ ജൂത, പിന്നെ ചാടു, ലോട്ട ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചില നമ്മുടെ മലയാളികൾ തന്നെ ചില നാട്ടിലേക്ക് ലോട്ട എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് അല്ലെ. കപ്പ്, ലോട്ട, കപ്പ്. ദെൻ ചിടിയ പറഞ്ഞു. കപ്പട നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഹിന്ദിയിൽ ഈ കപ്പട എന്നുള്ള വേർഡ് മീനിങ് ഒക്കെ മലയാളികൾക്കും അറിയാം. കപ്പട ഡ്രസ് അല്ലെ, വസ്ത്രം. ഇതൊക്കെ ഹിന്ദി അല്ല ശരിക്കും. ഇന്ത്യയിലെ തന്നെ മറ്റു ഭാഷകളിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളാണ് ഇതെല്ലാം. ഘോസല എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂടാണ് കേട്ടോ. പക്ഷിക്കൂട്. ഘോസല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷിക്കൂടാണ്. ഓക്കെ. പിന്നെ പഗടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലപ്പാവാണ്. തലപ്പാവ്. പിന്നെ പേട്ട്. എന്താ പേട്ട് അറിയായിരിക്കും. വയർ അല്ലെ. നമ്മളെ വയറിന് പറയുന്നതാണ് പേട്. പിന്നെ ജൂത്ത. എന്താ ജൂത്ത ചെരുപ്പാണ് കേട്ടോ. ചെരുപ്പ്. ജൂത്ത ചെരുപ്പ്. പിന്നെ ചാടു. എന്താ ചാടു? ഇതും ചിലർക്കൊക്കെ അറിയായിരിക്കും. ചാടു എന്താണ്? ചൂല്. ലോട്ട കപ്പ്. കപ്പട വസ്ത്രം. അറിയാന്ന് വിചാരിക്കുന്നു. ഡ്രസ്, വസ്ത്രം. ഇത്രയാണേ. പിന്നെ എന്താണ് വിദേശി ശബ്ദത്തില് നമ്മൾ പറഞ്ഞു പെൻസില്, കൂലി, ചാബി, ഫീസ്. പിന്നെ ഇതല്ലാത്തത് കുറച്ചും കൂടെ എക്സാമ്പിൾ. ഈ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ച ഇതിൽ കൂടുതലൊന്നും അങ്ങനെ ഇനി അഥവാ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് PYQs ഒക്കെ പറയുമ്പോൾ പറയാം. ഇനി എക്സ്ട്രാ കാണുന്നത് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ പറയുന്നതൊക്കെ നമ്മൾ ചോദിച്ചിട്ടുള്ള വേർഡ്സ് ആണ്. പെൻസിൽ, കൂലി, ചാബി, ഫീസ്. പിന്നെ ഫുട്ബോൾ അല്ലെ. ഫുട്ബോൾ അന്യ ഭാഷയാണ് അല്ലെ. ഫുട്ബോൾ. പിന്നെ ജമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോർ ആണ് കേട്ടോ. ഫ്ലോർ, മുറ്റം. പിന്നെ ചായ്. നമ്മൾ എപ്പോഴും പറയും ചായ്. മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ ചായ് ഒക്കെ വിദേശ ഭാഷയാണെന്നാണ്. ചായ്.
പിന്നെ പ്യാല 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 പ്യാല. പിന്നെ എന്താണ് അമീർ 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 അമീർ. പിന്നെ ബട്ടൺ 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 ബട്ടൺ. പിന്നെ തോപ്പ് 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 തോപ്പ്. ബേഗം ബേഗം. ഇതുപോലെയുള്ള വേർഡ്സ് ഒക്കെ എന്താണ്? വിദേശി ശബ്ദമാണ് കേട്ടോ, വിദേശി ശബ്ദം. നോട്ട് ചെയ്ത് പഠിക്കുക. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വേർഡ്സ് ഒക്കെ പഠിച്ചെടുക്കാൻ, പക്ഷെ പഠിച്ചല്ലേ പറ്റൂ. കുറച്ച് പ്രാവശ്യം വായിച്ചാൽ മതി. ഇനി വേറെ വേർഡ്സ് ഒക്കെ കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, PYQs ഒക്കെ എടുക്കുമ്പോൾ എടുക്കാം. ഇനി അടുത്തത് രചന യാ ബനാവട്ടിൽ വരുന്നത് രൂഢ ശബ്ദത്തിന് എക്സാമ്പിള് പിന്നെ നമ്മൾ പറഞ്ഞ ഹാത്ത്, രാത്ത്, കുർസി, കിതാബ്. പിന്നെ ഇത് പിന്നെ നിങ്ങൾക്ക് ഏത് വേർഡ് കിട്ടുകയാണെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി, അതില് മനസ്സിലാവും. പിന്നെന്താ കലം, ഒരു വേർഡ്, സിമ്പിൾ ആയിട്ടൊരു വേർഡ് കലം എന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മലയാളത്തിലെ കല അല്ല കേട്ടോ, കലം എന്ന് പറഞ്ഞാൽ പെന്നാണേ, പെന്ന്. ഈ കലം എന്നുള്ള വേർഡിനെ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് നോക്കൂ. ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ കട്ട് ചെയ്തു, കലാമ് അല്ലെ, ഒരു മീനിങ്ങും ഇല്ല. അടുത്തത് കിതാബ് പറഞ്ഞു. ജമീൻ, ഇപ്പൊ നമ്മളിപ്പോ അപ്പുറത്ത് പഠിച്ച വേർഡാണ് സമീൻ. സമീൻ എന്ന് പറഞ്ഞാൽ മുറ്റം, മുറ്റം. ഇതിനെന്തെങ്കിലും കട്ട് ചെയ്താൽ മീനിങ് കിട്ടോ? ഇല്ല. അതേപോലെ ആഗ്, ആഗ് കട്ട് ചെയ്താൽ മീനിങ് കിട്ടോ? ഇല്ല. പാനി കട്ട് ചെയ്താൽ മീനിങ് കിട്ടോ? ഇല്ല. അങ്ങനെ എക്സ്ട്രാ ഹിന്ദി, ഇത് എളുപ്പമാണ് രൂഢ ശബ്ദം കണ്ടുപിടിക്കാൻ. ഏത് വേർഡ് കണ്ടിട്ടുണ്ടെങ്കിലും കട്ട് ചെയ്ത് നോക്കിയാൽ മതി, അതിൽ അർത്ഥങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നോക്കണ്ട, അത് രൂഢ ശബ്ദം. ഇതിന്റെ മീനിങ് പറഞ്ഞില്ല അല്ലെ, പാഠശാല, ദേവാലയ, ഫൂൽമാല. ദേവാലയ പറഞ്ഞു. ഫൂൽമാല എന്ന് പറഞ്ഞാൽ ഫൂൽ എന്നാണ്? ഫൂൽ എന്ന് വെച്ചാൽ ഫ്ലവർ ആണ്. ഫൂൽമാല എന്ന് വെച്ചാൽ ഫ്ലവർ കൊണ്ടുള്ള, അതായത് പൂമാല, അത് തന്നെ. അപ്പൊ ഇതിനെ കട്ട് ചെയ്താലും മീനിങ് ഉണ്ട്. രസോയിഗർ, രസോയിഗർ എന്ന് പറഞ്ഞാൽ കിച്ചൺ ആണ്, അടുക്കള, അതായത് ഭക്ഷണം ഉണ്ടാക്കുന്ന ഭക്ഷണശാല എന്നൊക്കെ പറയാം. രസോയിഗർ. പിന്നെന്താ വിദ്യാധ്യയൻ, വിദ്യാധ്യയൻ എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് ഉണ്ട്. ഇതൊക്കെ എഴുതാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക്, എന്നാലും ഒന്ന് നോക്കി വെക്കുക, ഈ വേർഡൊക്കെ കാണാം. വിദ്യാധ്യയൻ അല്ലെ, വിദ്യാധ്യയൻ, വിദ്യാധ്യയൻ, വിദ്യാധ്യയൻ. വിദ്യാന്ന് വേണേ കട്ട് ചെയ്യാം, വിദ്യ അവിടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിദ്യ എന്നുള്ളത് ഒരു വേർഡാണ്. അധ്യയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ പഠിപ്പിക്കുക അല്ലെ, അധ്യയൻ പഠനം, അതൊരു വേർഡാണ് വിദ്യാധ്യയൻ. പിന്നെ ഫൂൽമാല പറഞ്ഞു. ഇനി കലാഭ്യാസ്, എന്താണ് കലാഭ്യാസ്? കലാഭ്യാസ്, 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 കല അല്ലെ, കലാഭ്യാസ്, കല, കലയുടെ അഭ്യാസം, കലാഭ്യാസ്, അത്. അതേപോലെ പിന്നെ വന്നത് നമ്മള് യോഗരൂഢ് അല്ലെ, നീലകണ്ഠ്, വീണാപാണി, വീണാവാണി. ദെൻ പിന്നെന്താണ് വരുന്നത്? കമൽ, വേറൊരു എക്സാമ്പിൾ ആണ്. കമൽ, കമൽ, സോറി കമൽ, കമൽ എന്ന് പറയുമ്പോൾ ഇതിന് വേറൊരർത്ഥമുണ്ട്. കമൽ എന്നുള്ളതിന് വേറൊരർത്ഥം. ഇത് പങ്കജ് ആണ് ശരിക്കും ഇതിന്റെ വേർഡ്, പങ്കജ്, പങ്കജ്, പങ്കജ്. ഇതിനെ കട്ട് ചെയ്യുമ്പോൾ കമൽ എന്ന് വേറൊരർത്ഥം. പങ്കജ് എന്ന് പറഞ്ഞാൽ താമരയാണ് അല്ലെ, പങ്കജ് എന്ന് പറഞ്ഞാൽ താമരയാണ്, താമര വേറൊരു അർത്ഥമുണ്ട് പങ്കജിന്. അതുപോലെ പിന്നെ നീലകണ്ഠ്, വീണാവാണി. ഇനി ചക്രപാണി, ചക്രപാണി, ചക്രപാണി. ഇതും ഇതുപോലെ തന്നെ ചക്രപാണി, രണ്ട് മീനിങ് ആണ്. പക്ഷെ ചക്രപാണി എന്ന് പറഞ്ഞാൽ ആരാണ്? വിഷ്ണു ആണ്. അപ്പൊ അതിന് വേറൊരു മീനിങ്. അങ്ങനെയാണ് യോഗരൂഢ ശബ്ദങ്ങൾ വരുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് പ്രയോഗ की दृष्टि ने വികാരി ശബ്ദ്, ലിംഗവചൻ കാരക്. ലിംഗവചൻ കാരകൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഇതിൽ എക്സാമ്പിൾ വരുന്നതിൽ എടുക്കാം, ഈ വേർഡ്സ് തന്നെയാണ്. പിന്നെ അവികാരി ശബ്ദം അല്ലെ, അവികാരി ശബ്ദം നമ്മൾ പറഞ്ഞു, ജൽദി വെച്ചിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്കതിൽ ചെയ്യാം.
അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.